ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്തഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതി വിരുരുജേ കില വർഷവേലാ. ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈശാഗരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാബഹസ്ത്രിജഗതാം തുമിഹാവിരാസി. ബാല്യസ്പൃശാഭി വപുഷാ ദദുഷാ വിഭൂതി ഉദ്യത്കിരീടകടകാം ഗദഹാരഭാസാ ശംഘാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതിഗേഃ വക്ഷസ്ഥലീ സുഖനിലീനവിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിതകടാക്ഷവിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീ ഉന്മാർജയന്നിവ വിരേചിതവാസുദേവാ. ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോऽപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പപുളകോദ്ഗമഗദ്ഗദാർദ്ര സ്തുഷ്ടാവ ദൃഷ്ടിമകരന്ദരസംഭവന്തം. ദേവപ്രസീദ പരപൂരുഷതാപവല്ലി നിർലോനിതാത്ര സമനേത്രകലാവിലാസിൻ ഖേദാനപാഗുരു കൃപാഗുരുഭിക്കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരം നുദോഭൂ. മാത്രാ ച നേത്രസലിലാസ്തൃതഗാത്രവല്യാ സ്തോത്രൈരഭിഷ്ടുതഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിത മാനുഷബാലവേഷം. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാ തേ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനോ ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യമാര്യൈ അംബോരുഹസ്തകളഹം സകിശോരരമ്യം. ജാതാ തദാ പശുപസത്മനിയോഗനിദ്രാ നിദ്രാവിമുദ്രിതമധാകൃതപൗരലോകം ത്വത്പ്രേരണാൽ കിമിഹ ചിത്രമജേതനൈർയത് ദ്വാരൈ സ്വയം യഘടി സംഘടിതൈ സുഗാഢം. ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ
നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 3-ാം അധ്യായത്തിൽ 49 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിച്ച കഥാഭാഗമാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. ആനന്ദരൂപ ഭഗവന്നയിതേവദാരേ പ്രാപ്തേ പ്രദീപ്തഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുജേ കില വർഷവേല. അല്ലയോ ആനന്ദമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ അവതാരകാലം അടുത്തപ്പോൾ ഉജ്ജ്വലിക്കുന്ന ആ തിരുമയിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്ന തേജസ്സാണോ എന്ന് തോന്നും വിധം കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ആകാശമാർഗം ആവരണം ചെയ്തുകൊണ്ട് വർഷക്കാലം വിളങ്ങി. ഭഗവാന്റെ അവതാര സമയമെടുത്തപ്പോൾ വർഷക്കാലം വന്നു ചേർന്നു എന്ന് പറയുന്നു. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിദാപ്തിവിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാവഹസ്ത്രിജഗദാം ത്വമിഹാവിരാസി. നല്ല മഴ പെയ്തപ്പോൾ ആ മഴവെള്ളം കൊണ്ട് ദിക്കുകളെല്ലാം നല്ല പോലെ കുളിർത്തപ്പോൾ സജ്ജനങ്ങൾ ആശിച്ചത് കൈവന്നതുപോലെയുള്ള സന്തോഷം കൊണ്ട് പരവശരായിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രി ചന്ദ്രനുദിച്ച സമയത്ത് ത്രൈലോക്യത്തിൻ്റെ ക്ലേശങ്ങളൊക്കെ നീക്കുന്ന അങ്ങ് ഈ ലോകത്തിൽ വന്ന് അവതരിച്ചു. അർദ്ധരാത്രിയിൽ ചന്ദ്രോദയത്തിങ്കൽ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ സ്വരൂപം വർണ്ണിക്കുന്നു. ബാല്യസ്പൃശാഭിവഭുഷാ ദധുഷാ വിഭോതിരുദ്യൽ കിരീടകടകംഗദഹാരഭാസാം ശംഖാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സുധിഗേഹേ. ബാലഭാവത്തിലാണെങ്കിലും ഐശ്വര്യങ്ങളെ ആവഹിക്കുന്നതും കിരീടകടകാംഗദഹാരങ്ങളുടെ കാന്തി കലർന്നിരിക്കുന്നതും ശംഖചക്ര പത്മഗതകളാൽ 4 ഭാഗത്തും കാന്തി വിതറുന്നതും മേഘശ്യാമളവുമായ തിരുമേനി കൊണ്ട് അങ്ങ് ഈറ്റില്ലത്തിൽ പ്രകാശം പരത്തി വിലസി. വക്ഷസ്ഥലേ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഃ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീമുന്മാർജയന്നിവ വിരേജിത വാസുദേവ. അല്ലയോ വസുദേവപുത്രനായ ഭഗവാനെ, അങ്ങ് സുഖമായിട്ട് മാർത്തടത്തിൽ ലയിച്ചിരുന്ന് വിലസുന്ന ലക്ഷ്മിയുടെ ലജ്ജാസമേതമുള്ള കടാക്ഷവിശേഷങ്ങളെ കൊണ്ട് ആ ഗൃഹത്തിൽ കംസൻ്റെ ദുഷ്ടത കൊണ്ട് സംഭവിച്ചിരുന്ന അശ്രീകരങ്ങളാകെ അടിച്ചുവാരി കളയുന്നുവോ എന്ന് തോന്നുമാറ് വിരാജിച്ചു. ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോഭി
ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിചേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളഗോദ്ഗമഗദ്ഗദാർദ്രസ്തുഷ്ടാവ ദൃഷ്ടിമകരന്തരസംഭവന്തം. ഭഗവാന്റെ ആ ദിവ്യമായ രൂപം കണ്ടപ്പോൾ വസുദേവർക്കുണ്ടായ അനുഭൂതിയാണ് വിവരിക്കുന്നത്. വസുദേവനാകട്ടെ ജിതേന്ദ്രിയന്മാരായ മുനിമാരുടെ സമാധിക്ക് പോലും വിഷയമല്ലാത്ത അങ്ങയുടെ പൂവുടൽ തൻ്റെ 2 കണ്ണുകൾ നിറയെ കണ്ട് സന്തോഷാശ്രു, രോമാഞ്ചം, തൊണ്ടയിടർച്ച തുടങ്ങിയ സാത്വിക ഭാവങ്ങളോടെ കണ്ണിന് തേൻകുഴമ്പായ അങ്ങയെ വാഴ്ത്തി സ്തുതിച്ചു. ദേവ പ്രസീദ പരപൂരുഷതാപവല്ലീ നിർലോനിദാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാഗുരുഭി കടാക്ഷൈരിത്യാദിതേന മുദിതേന ചിരം നുദോഭൂ. അല്ലേ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ പ്രസാദിക്കണേ. ദുഃഖവള്ളി അറുക്കുന്ന വാളുപോലെ വിളങ്ങുന്ന കടാക്ഷഭംഗി കൊണ്ട് വിലസുന്നവനെ, കരുണ നിറഞ്ഞ തിരുകടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ ദുഃഖം മുഴുവനും നീക്കിക്കളയണേ എന്നിങ്ങനെ സന്തുഷ്ടനായ വസുദേവരെ അങ്ങയെ വളരെ അധികം സ്തുതിച്ചു. മാത്രാച്ച നേത്രസലിലാസ്ത്രിതഗാത്രവല്യാ സ്തോത്രൈരഭിഷ്ടുതഗുണ കരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാധുർഗിരാ ദധിത മാനുഷബാലവേഷം. സന്തോഷാശ്രുക്കളിൽ ആറാടിയ അമ്മ ദേവകിയും വാഴ്ത്തി സ്തുതിച്ച ഗുണങ്ങളോടുകൂടിയ ദയാമയനായ അവിടുന്ന് അച്ഛനും അമ്മയ്ക്കും അവരുടെ കഴിഞ്ഞുപോയ 2 ജന്മങ്ങളിലുണ്ടായ കാര്യം വിവരിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അമ്മയുടെ അപേക്ഷയനുസരിച്ച് ദിവ്യരൂപം മാറ്റി മനുഷ്യ ശിശുരൂപം കൈക്കൊണ്ടു. സർവജ്ഞനായ ഭഗവാൻ ഈ ദേവകി വസുദേവന്മാരുടെ കഴിഞ്ഞ 2 ജന്മങ്ങളിലെ കഥകൾ വിവരിച്ചു കൊടുക്കണു. സ്വയംഭുവ മന്വന്തരത്തിൽ സുതപസ് എന്ന പ്രജാപതി വൃഷ്ണി എന്ന പത്നിയോടുകൂടി ഭഗവാനെ സേവിച്ചു. അങ്ങനെ പ്രസന്നനായ ഭഗവാനോട് അവിടുത്തെ പോലെയുള്ള ഒരു മകൻ ഉണ്ടാവണം എന്ന് 3 പ്രാവശ്യം വരം ചോദിച്ചു. മറ്റാരും ഭഗവാനോട് തുല്യനായിട്ടില്ലാത്തതുകൊണ്ട് ഭഗവാൻ തന്നെ അവരുടെ പുത്രനായിട്ട് അവതരിച്ചു. അന്ന് വൃഷ്ണിഗർഭൻ എന്നായിരുന്നു ഭഗവാന്റെ പേര്. 3 പ്രാവശ്യം വരം ചോദിച്ചതുകൊണ്ട് 3 ജന്മത്തിൽ ഇങ്ങനെ അവതാരം വേണ്ടി വന്നു. രണ്ടാമത്തെ ജന്മമാണ് വാമനാവതാരം. ഈ കൃഷ്ണാവതാരം 3ാമത്തേതാണ്. ഇനി കംസന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിക്കുന്നതിന് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉണ്ണികൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാൻ വസുദേവര് തയ്യാറാവണു. ത്വത് പ്രേരിതസ്തദനു നന്ദതനൂജയാതേ വ്യത്യാസമാരചയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യമാര്യൈരംഭോരുഹസ്ഥകളഹംസ കിശോരരമ്യം. പിന്നീട് ശൂരസേനപുത്രനായ വസുദേവനാവട്ടെ അങ്ങയുടെ പ്രേരണയനുസരിച്ച് നന്ദഗോപരുടെ മകളുമായി ഒരു വെച്ചുമാറ്റത്തിനൊരുങ്ങി
യോഗീശ്വരന്മാർക്ക് പോലും മനസ്സുകൊണ്ട് മാത്രം ധരിക്കാൻ പറ്റുന്നവനായ അങ്ങയെ 2 കൈകളിലുമായി താമരപ്പൂവിലെ കളഹംസ ശിശുവിനെ എന്ന പോലെ ആകർഷകമാകും വണ്ണം എടുത്തു. ജാതാ തദാ പശുപസദ്മനിയോഗനിദ്രാ നിദ്രാവിമുദ്രിതമധാകൃതപൗരലോകം ത്വദ് പ്രേരണാത് കിമിഹ ചിത്രമചേതനൈർയദ് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. ഇനി ഭഗവൻ മായയുടെ മഹിമ പറയുന്നു. അനന്തരം അപ്പോൾ ഭഗവത് പ്രേരണയാൽ അമ്പാടിയിൽ അവതരിച്ച മായാഭഗവതി പുരവാസികളെ മുഴുവൻ ഗാഠമായ ഉറക്കത്തിലാഴ്ത്തി. ഇവിടെ അത്ഭുതത്തിന് ഒട്ടും അവകാശമില്ല. എന്തെന്നാൽ മുറുകെ ബന്ധിച്ചിരുന്ന ആ കാരാഗൃഹത്തിലെ ജഡങ്ങളായ വാതിലുകളെല്ലാം തന്നെത്താൻ തുറന്നു. വസുദേവര് ഭഗവാനെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോവാണ്. ശേഷേണ ഭൂരിഭണവാരിദവാരിണാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. പിന്നീട് അനേകം പത്തി വിടർത്തി മഴ തടയുന്നവനും രത്നങ്ങളെ കൊണ്ട് പ്രകാശം വിതയ്ക്കുന്നവനുമായ ആദിശേഷൻ വഴി പോലെ കാണിച്ചു കൊടുത്ത വഴിക്ക് അങ്ങയെ എടുത്തുകൊണ്ട് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവര് പുറപ്പെട്ടു. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് അടിയൻ്റെ രോഗശക്തിയെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം സമർപ്പിക്കണു. നമ്മുടെ ഉള്ളിൽ ആ കരുണാമൂർത്തിയായ ഭഗവാൻ സദാ പ്രകാശിച്ചുകൊണ്ട് അജ്ഞാന അന്ധകാരമില്ലാതാക്കി സദാ ആനന്ദവും സ്നേഹവും സന്തോഷവും സമാധാനവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സദാ തിരുനാമം ജപിച്ചുകൊണ്ട് സത്സംഗത്തിലിരുന്നു കൊണ്ട് ആ ഭഗവാനിലെത്താൻ ശ്രമിക്കാം. ഭഗവാനെ അവിടുന്ന് പ്രസാദിക്കണേ, പ്രസാദിക്കണേ, പ്രസാദിക്കണേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. അടിയൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.